നമസ്കാരം. അമ്പിനും വില്ലിനും അടുക്കില്ല കെ.സി. വേണുഗോപാൽ. കേരള കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള പോര് ഇപ്പോൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. നിയമസഭാ കക്ഷി യോഗം ആരംഭിക്കുമ്പോഴും പുറത്തേക്ക് വരുന്നത് ഐക്യത്തിന്റെ സന്ദേശങ്ങളല്ല, മറിച്ച് അതിരൂക്ഷമായ അധികാര സമ്മർദ്ദത്തിന്റെ സൂചനകളാണ്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ശക്തമായ ചരടുവലികൾ നടത്തുന്നു എന്ന വിലയിരുത്തലുകൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന തരത്തിലുള്ള ശക്തമായ നിലപാടാണ് കെ.സി. പക്ഷം സ്വീകരിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ഉയരുമ്പോൾ പാർട്ടി അണികളിൽ തന്നെ വലിയ അസ്വസ്ഥതയും പ്രതിഷേധവുമാണ് രൂപപ്പെടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വർഷങ്ങളായി നേരിട്ട് പോരാടി ജനങ്ങളോട് ഇടപെട്ട നേതാക്കളെ മറികടന്ന് ഡൽഹി കേന്ദ്രീകൃത സംഘടനാ രാഷ്ട്രീയത്തിന്റെ ശക്തിയിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്ന വിമർശനം ശക്തമാവുകയാണ്. കാരണം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സ്ഥിര സാന്നിധ്യമായ നേതാവെന്ന ഇമേജ് കെ.സി. വേണുഗോപാലിന് ഇല്ല എന്നാണ് ഒരു വലിയ വിഭാഗത്തിന്റെ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന നേതാവിനെ പെട്ടെന്ന് സംസ്ഥാനത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഉയർത്താനുള്ള ശ്രമം അണികൾക്ക് ദഹിക്കാത്തതായാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് പോര് തുടരുന്നതിനിടെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം.എൽ.എമാരുടെ നിയമസഭാ കക്ഷിയോഗം തുടങ്ങി. എ.ഐ.സി.സി നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തെ മീഡിയ റൂമിലാണ് യോഗം ചേരുന്നത്. അതേസമയം മുഖ്യമന്ത്രി മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അനുകൂലിക്കുന്ന എം.എൽ.എമാരോട് കെ.സി. വേണുഗോപാൽ അറിയിച്ചു കഴിഞ്ഞു. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ രാഹുലിന്റെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കെ.സി. ക്യാമ്പ്. എന്നാൽ എം.എൽ.എമാരുടെ എണ്ണം മാത്രമാകരുത് പരിഗണനയെന്ന് നിരീക്ഷകരോട് സതീശൻ ആവശ്യപ്പെട്ടു. എല്ലാ ഘടകങ്ങളും പരിഗണിക്കണമെന്നാണ് വി.ഡി. സതീശന്റെയും പക്ഷത്തിന്റെയും വാദം. അതിനിടെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരീക്ഷകർക്ക് കെ. സുധാകരൻ കത്ത് നൽകി. മുഖ്യമന്ത്രി ചർച്ചയിൽ 47 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പായത് എന്നാണ് കെ.സി. വേണുഗോപാൽ വിഭാഗം പറയുന്നത്. 16 എം.എൽ.എമാരെങ്കിലും തന്റെ പേര് പറയുമെന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു. 9 എം.എൽ.എമാർ ഒപ്പമെന്ന് വി.ഡി. സതീശൻ ക്യാമ്പ് പറയുന്നു. എന്നാൽ നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ എം.എൽ.എമാർ അഭിപ്രായം മാറ്റുമോ എന്ന ആശങ്ക ഗ്രൂപ്പ് മാനേജർമാർക്കുണ്ട്. എം.എൽ.എമാരെ ഒപ്പം നിർത്താൻ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പലർക്കും വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. അതേസമയം ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അവസാനഘട്ട സൂചന. കെ.പി.സി.സി ആസ്ഥാനത്ത് എ.ഐ.സി.സി നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും 63 എം.എൽ.എമാരെയും ഒന്നിച്ചും ഒറ്റയ്ക്കും കാണും. തിരുവനന്തപുരത്തെ താജ് ഹോട്ടലിൽ തങ്ങിയ നിരീക്ഷകർ പുലർച്ചെ മുതൽ നിരവധി മുതിർന്ന നേതാക്കളെ കണ്ടു. ഘടകകക്ഷി നേതാക്കളുമായും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷി യോഗം പ്രമേയം പാസാക്കും. നിരീക്ഷകർ തിരികെ ദില്ലിയിലെത്തിയ ശേഷമാകും തീരുമാനം പ്രഖ്യാപിക്കുക. ഇതിനൊപ്പം പാർട്ടിയെ പ്രതിപക്ഷത്തിരുന്ന് ജീവൻ കൊണ്ട് നയിച്ച വി.ഡി. സതീശനെ പോലുള്ള നേതാക്കളെ അവഗണിച്ച് ആസ്ഥാന തീരുമാനങ്ങൾ വഴി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിന്റെ ജനകീയ ഇമേജിനെ തകർക്കുമെന്നും ആശങ്ക ഉയർന്നു. വർഷങ്ങളായി പിണറായി സർക്കാരിനെതിരെ തെരുവിലും നിയമസഭയിലും ശക്തമായ പോരാട്ടം നടത്തിയ സതീശനെ മറികടക്കാൻ ശ്രമിക്കുന്നത് അണികളിൽ തന്നെ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പും ശക്തമാണ്. അതേസമയം കെ.സി. വേണുഗോപാലിനെ മുന്നോട്ട് നിർത്തുന്ന രാഷ്ട്രീയത്തിന് പിന്നിൽ ഡൽഹി ഗ്രൂപ്പ് കളികളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കേരളത്തിലെ യാഥാർത്ഥ്യ രാഷ്ട്രീയത്തെക്കാൾ അധികാര സമവാക്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന വിമർശനം ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ജനസ്വീകാര്യതയാണോ മാനദണ്ഡം, അതോ ഗ്രൂപ്പ് ലോബിയിങ് ആണോ എന്ന ചോദ്യവും ഉയരുന്നു. കേരളം ഇപ്പോൾ ഒരു നിർണായക രാഷ്ട്രീയ വഴിത്തിരിവിലാണ്. ജനങ്ങളോട് ചേർന്ന് നിന്ന നേതാവിനെ ഉയർത്തണോ അതോ സംഘടനാ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങണമോ എന്ന തീരുമാനമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. എന്നാൽ അണികളിൽ നിന്ന് വരുന്ന വികാരം വ്യക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാനം എന്നത് അധികാര ധാരണകളുടെ സമ്മാനമല്ല, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവിന്റെ അവകാശമാണ്.